ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും കൊച്ചടുക്കളയിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അതായത് പൊതുവെ ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ്. ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയാണ് അല്ലേ. നവംബർ മാസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ട്, ദീപാവലി വരുന്ന ദിവസം. പിന്നെ എന്താ പറയുക, ഡിസംബർ ആയി കഴിഞ്ഞാൽ ക്രിസ്മസ് മന്താണ്. അങ്ങനെ ഓരോ മാസവും പ്രത്യേകത ഉള്ള മാസങ്ങൾ തന്നെയാണ്. ഒക്ടോബറിൻ്റെ പ്രത്യേകത എന്താ അറിയാം? പൂജ, അതായത് നവരാത്രി ദിവസങ്ങളാണ്. 9 ദിവസത്തെ കൊലുവെല്ലാം വെച്ചിട്ട് പൂജ വയ്ക്കുന്നത്. കൊലു വയ്ക്കാന്ന് വെച്ചാൽ കുറേ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ, ദൈവങ്ങളുടെയും ഒക്കെ കുറേ വിഗ്രഹങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ട് എന്നും പൂജ ചെയ്യുന്ന, പ്രത്യേകിച്ച് പറഞ്ഞാൽ ബ്രാഹ്മൺ ഗൃഹങ്ങളിലെല്ലാം തന്നെ, ബ്രാഹ്മിൻസ് ഹൗസ്, അവരുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ബൊമ്മക്കൊലു ഉത്സവം കൂടിയാണിത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൊലു വെച്ചിട്ട് ഇങ്ങനെ 3 നേരം പൂജ. പിന്നെ അവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം പൂജാമുറിയിൽ കൊണ്ടുപോയി ഈ കൊലു വെച്ചിരിക്കുന്ന എല്ലാം കാണിക്കും, പ്രസാദം തരും. അപ്പോൾ അതൊക്കെ രസമാണ്. ഈ സമയത്ത് ബ്രാഹ്മിൻസിൻ്റെ എല്ലാം വീടുകളിൽ പോയാൽ നല്ല പ്രസാദമൊക്കെ കിട്ടും. നല്ല എന്താ പറയുക, ചുണ്ടലും പായസവും ഒത്തിരി കാര്യങ്ങൾ കിട്ടും. പിന്നെ പൂജാ കാര്യങ്ങളായിട്ടുള്ള മലര്, അവല്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, പഴവർഗ്ഗങ്ങൾ, അതായത് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ട്രിവാൻഡ്രംകാർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. ട്രിവാൻഡ്രം മാത്രമല്ല, എനിക്ക് തോന്നുന്നു പാലക്കാട് സൈഡും ആ സൈഡിലൊക്കെ, ഇപ്പോൾ കൽപ്പാത്തി അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. സരസ്വതി ദേവിയുടെ പൂജയാണ്. മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ വലിയ ഉത്സവമാണ്. അപ്പോൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു സമയമാണ് സരസ്വതി ദേവിയുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ. ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് പൂജ എടുക്കുന്ന ദിവസം. പൂജ വയ്ക്കുന്ന ഒരു 3 ദിവസമുണ്ട്. സാധാരണയായിട്ട് ഇപ്പോൾ കൊലു ഒന്നും വെച്ചില്ലെങ്കിലും 3 ദിവസം പൂജ വയ്ക്കുന്ന ഒരു രീതിയാണ്. നമ്മളുടെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലെല്ലാം അങ്ങനെയാണ്. ആ 3 ദിവസവും നമ്മൾ പഠിക്കില്ല. നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ എല്ലാ ആയുധങ്ങൾ കൊണ്ടുപോയി, ആയുധ പൂജ എന്നാണ് പറയുന്നത്. പഠിക്കുന്നവർക്ക് പുസ്തകമാണ് ആയുധം. പിന്നെ എന്താ പറയുക, പിന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ, അതായത് ആർട്ടിസ്റ്റുകൾ, അങ്ങനത്തെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരാകാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവരുടെ വീണയാണെങ്കിലും വയലിനാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പൂജ വയ്ക്കുന്ന സമയം. പിന്നെ കൈ കൊണ്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ എല്ലാം ആയുധങ്ങൾ ദേവിയുടെ ഫ്രണ്ടിൽ പൂജ വെച്ചിട്ട് നല്ലൊരു സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. പൂജ എടുക്കുന്ന ദിവസം അത് എടുത്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് ആദ്യത്തെ കാര്യമൊക്കെ ചെയ്യും. നമ്മളെല്ലാവരും കുഞ്ഞിലേ തൊട്ട് അമ്മ ഇങ്ങനെ പൂജ വയ്ക്കുമ്പോൾ നമ്മുടെ പഠിക്കുന്ന പുസ്തകം, പേന എല്ലാം കൊണ്ടു കൊടുക്കും. പേനയൊക്കെ പൂജിച്ച് കിട്ടും. അപ്പോൾ നമുക്കൊരു വിശ്വാസമാണ് അത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ പൂജ എടുക്കുന്ന ദിവസം, അപ്പോൾ ആ 3 ദിവസം പഠനമൊന്നുമില്ല. പൂജ വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ദിവസം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹരിശ്രീ ഗണപതായേ നമഃ ഓം എന്നൊക്കെ പറഞ്ഞിട്ട് അരിയിലാണ് എഴുതുന്നത്. അമ്മ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ എഴുതിക്കുക. എത്ര വലിയ കുട്ടികളായിരുന്നപ്പോഴും അമ്മ പൂജ വെച്ചിട്ട് നമ്മളെ കല്യാണം കഴിച്ച് പോകുന്നത് വരെ ഇങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു തുടക്കം പോലെ, അതായത് ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്ന ഒരു രീതി പോലെ. ഞങ്ങൾ സ്വന്തമായിട്ട്, അതായത് ആഫ്റ്റർ മാരേജ് ഒരു കുടുംബമായി ജീവിച്ച് തുടങ്ങിയപ്പോൾ അമ്മ കാണിച്ചു തന്ന പോലെ പൂജ വയ്ക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ മകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ലോ ബുക്സും പിന്നെ ഞാൻ എൻ്റെ പാചക പുസ്തകങ്ങളും ഒക്കെ അവിടെ കൊണ്ട് പൂജ വയ്ക്കും. അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയ്സാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നവരാത്രി മണ്ഡപമുണ്ട്. പണ്ട് തൊട്ട് രാജാക്കന്മാരുടെ കാലം തൊട്ടുള്ളൊരു ചടങ്ങ് പോലെയാണ്. അവിടെ ഇങ്ങനെ സരസ്വതി പൂജ വെച്ചിട്ടുണ്ടാകും. അവിടെ എല്ലാ 3 നേരം തൊഴാനായിട്ട് ആൾക്കാരിങ്ങനെ ഭയങ്കര ക്യൂ ആണ്. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ ആയപ്പോൾ അതിൻ്റെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായല്ലോ. പിന്നെ ഇവിടെ പ്രൊസഷനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സരസ്വതി ദേവിയെ പൂജ വയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നതിനൊരു വലിയൊരു പ്രോസസ്സ് ആണ്. അതായത് പ്രൊസഷനോട് കൂടിയാണ് വരുന്നത്, വലിയൊരു ആചാരത്തോടു കൂടിയെല്ലാം. കുണ്ടണിമങ്കയും കുമാരസ്വാമിയൊക്കെ വരുന്ന കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി എല്ലാം എഴുന്നള്ളിച്ച് വന്നിട്ട് ചെന്തിട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വളരെ അടുത്താണ്. അവിടെ കൊണ്ടുവന്ന് അവിടെ കൊടിയിരുത്തും, അതായത് പൂജ വയ്ക്കും. ഇവിടെ സരസ്വതി ദേവി ഇവിടെ വയ്ക്കും, ഈ നവരാത്രി മണ്ഡപത്തിൽ. ഇങ്ങനെ വളരെ വളരെ ഈ ട്രിവാൻഡ്രത്തൊക്കെ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ പോലെയാണ് ആ സമയം. അതാണ് നമ്മുടെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു മന്ത്. അപ്പം നമ്മളിപ്പോൾ നവരാത്രി ദിവസങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ പൂജ വയ്ക്കലും പൂജ എടുക്കുന്ന ദിവസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ LN വ്ളോഗ്സിൽ ഞാൻ അരവണ പായസമാണ് ഉണ്ടാക്കി കാണിച്ചത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കാം. സ്വീറ്റ് പൊങ്കൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടുകാർക്ക് വളരെ സ്പെഷ്യലാണ്. പൊങ്കൽ ദിവസമൊക്കെ അവർ ഈ വെള്ളപ്പൊങ്കലും ഉണ്ട്, പിന്നെ സ്വീറ്റ് പൊങ്കൽ, ചക്കര പൊങ്കൽ. അപ്പോൾ ഈ ചക്കര പൊങ്കലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കര പൊങ്കൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് നേരിട്ട് വറുത്തുണ്ടാകും. നമ്മുടെ വേറെ അരവണ പോലെയുള്ള ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ ചക്കര പൊങ്കലിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് ഏതാണ്ടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പച്ചരിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചമ്പ പച്ചരിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ചക്കര പൊങ്കൽ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ വൈറ്റ് റൈസാണ്, അവരുടെ വെള്ള പച്ചരിയിലാണ്. ആ റൈസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഓക്കെ. 1 കപ്പിന് നമ്മളൊരു 3 മീഡിയം സൈസ് ശർക്കരയുടെ 3 ഉണ്ട എടുക്കുക, മീഡിയം സൈസ്. അത് ചീകി എടുത്തിട്ട് അതും ഇതും, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ചെറുപരിപ്പ്, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ചെറുപരിപ്പൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ തീപിടി. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ചെറുപരിപ്പ്, പിന്നെ ഒന്ന് നമുക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടി ഒന്ന് ചൂടാക്കാം. ആദ്യം നമ്മൾക്കൊരു 10 ഏലക്കയും പിന്നെ അതിൻ്റെ കൂടെ ജീരകം, നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനാണ്. ഇനി ജീരകമൊക്കെ പൊട്ടി തുടങ്ങും. ടക്ക് ടക്ക് അങ്ങനെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. ആഹാ, നല്ല മണം. ജീരകം മൂക്കുന്ന ഒരു മണം. ഇത് രണ്ടും ഒന്നിച്ചാക്കിയിട്ടാണ് നമ്മൾ പൊടിക്കുന്നത്. ചെറുപരിപ്പ് ഒരു 1/4 കപ്പ്. ഇത് കഴുകിയിട്ടില്ല, ഇത് വറുത്ത് കഴിഞ്ഞിട്ട് കഴുകും. ഇതും ചെറുതായിട്ട്, ഒരുപാട് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മാത്രം മതി. ആ പച്ച ചുവ മാറണം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് മണം വന്ന് തുടങ്ങി. പിന്നെ ചെറുപരിപ്പും വറുത്തെടുത്തു. ഇനി ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചെറുപരിപ്പ് വറുത്ത് വെച്ചല്ലോ, അതും കഴുകാനുണ്ട്. ആദ്യം പക്ഷേ നമുക്ക് അരി കഴുകാം. അപ്പോൾ 1 കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. അരി കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുപരിപ്പും കൂടി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പ് നമ്മൾ വറുത്ത് കഴുകിയെടുത്തു. അപ്പോൾ നിറം മാറാത്ത രീതിയിൽ വറുത്തെടുക്കുക. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് വെക്കണം. ഒരു 1 മണിക്കൂറോ അരമണിക്കൂറോ മുന്നെങ്കിലും കുതിർന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കുക്കിംഗ് പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇതെന്തായാലും അത്രയും സമയമില്ലല്ലോ, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകില്ലേ. ഞാനിപ്പോൾ അത് വറുക്കുന്നൊരു പ്രോസസ്സ് നിങ്ങളെ കാണിച്ചു തന്നാണ്, എങ്ങനെയാണ് അത് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ എന്തായാലും നമ്മുടെ ചെറുപരിപ്പ് ഇതുപോലെ വറുത്ത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതെടുത്തിട്ട് വരാം. ഇതേ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപരിപ്പാണ്. അപ്പോൾ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞു. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ശർക്കര ഉരുക്കുക. അതായത് 3 മീഡിയം സൈസ് ഉണ്ടയാണ് ചീകി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയിട്ട് അതിൽ അഴുക്കെല്ലാം മാറ്റി അരിച്ചെടുക്കുക. ഇത് അത്യാവശ്യം അഴുക്കില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അത് ഉരുകി കഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ മേളിലിങ്ങനെ ഒരുപാട് അഴുക്ക് പതയായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കുഴപ്പമില്ല, അരിച്ചെടുത്താൽ മതി. ശർക്കര നന്നായിട്ട് ഉരുകി നോക്കി. ഉരുകി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കൊഴുത്ത് വരും. ഒരു നൂൽ പാകൊന്നും ആകണ്ട, പക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊഴുത്ത ഒരു ഫോമിലേക്ക് വരണം, അത്രേ ഉള്ളൂ. ഇതിൽ അഴുക്ക് ഇങ്ങനെ മേളിൽ പൊങ്ങി വരാനായിട്ടുള്ള അഴുക്കൊന്നും ഇല്ല കേട്ടോ, ഫൈനാണ്, നല്ല ശർക്കര. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കി വെച്ച് കഴിഞ്ഞു. പിന്നെന്താ, ചെറുപരിപ്പ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്, അരമണിക്കൂറായിട്ട് അരി കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ ചക്കര പൊങ്ങൽ. ഇപ്പോൾ ചക്കര പൊങ്ങൽ എന്ന് പറയും, ശർക്കര പൊങ്ങൽ എന്ന് പറയും. എന്തായാലും തമിഴ്നാട്ടുകാരുടെ ഫേവറേറ്റാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആൾക്കാരുടെയും ഫേവറേറ്റ് ആക്കിയാലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന അതേ സ്വാദം നമ്മുടെ പായസം പോലെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അവർ ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയത്ത് ഉണ്ടാക്കുന്നു, നമ്മളും ഒരു ഓസ്പീഷ്യസ് ഡേ ഉണ്ടാക്കുന്നു. അപ്പോൾ കുക്കറിലാണ് ബാക്കി പരിപാടികളെല്ലാം. അപ്പോൾ ഇനി നമ്മൾ കുക്കറിലേക്ക് അരിയും ചെറുപരിപ്പും പിന്നെ കുറച്ച് വെള്ളവും, പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ വെള്ളം കൂടുതലും കുറച്ച് പശുവിൻ പാലും. അപ്പോൾ കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച ചെറുപരിപ്പ്, ഇത് അരമണിക്കൂർ കുതിർത്താൽ മതി. വറുത്തിട്ട് ചെറുതായിട്ട് കളർ മാറാതെ വറുത്തെടുത്ത് കുതിർത്ത് ഇതൊന്ന് ചേർക്കാം. അപ്പോൾ ഇതും ആയിക്കോട്ടെ. ഇനി ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം, അതിൻ്റെ കൂടെ 1 കപ്പ് പാല്. ഇത് സാധാരണ പശുവിൻ പാല്, തേങ്ങാപ്പാലല്ല, പാല്. അപ്പോൾ വളരെ ഡൈല്യൂട്ടായിരിക്കും, പാല് കുറച്ചല്ലേ ഉള്ളൂ, വെള്ളം കൂടുതലും. ഇനി ഇത് വേവിക്കാം. കുക്കർ അടയ്ക്കട്ടെ. അതായത് അടുപ്പ് കത്തിക്കാം. ഒരു ഫുൾ വിസിൽ, ഫുൾ തീയിൽ, അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് പിന്നെ ഒരു 4-5-6 വിസിൽ വെയിറ്റ് ചെയ്യാം. ശർക്കര ഒരുക്കിയത് റെഡിയാണ്, അതവിടെ ഇരിക്കട്ടെ. ഇതെന്തായാലും നന്നായിട്ട് വെന്തിങ്ങനെ കുഴഞ്ഞ പാകത്തിലാകണം, ഒരു മുഷിയായിട്ട്. അതിങ്ങനെ വിട്ട് നിൽക്കുന്നതല്ല, ഏതാണ്ട് കുറുകി ഒരു കഞ്ഞിപ്പാകം എന്നൊക്കെ പറയല്ലേ, അത്ര ഏകദേശം നല്ല കുഴഞ്ഞ പാകത്തിലാകണം. എത്രത്തോളം നമ്മൾ ഈ പൊങ്കലൊക്കെ അങ്ങനെയല്ലേ, എല്ലാം ഇങ്ങനെ നല്ലതായിട്ട് മാഷ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് മധുര പൊങ്കലാണ്. ഇപ്പോൾ ദേ നോക്കിയേ,
ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 15-20 മിനിറ്റോളം വിസിൽ വന്നിട്ട് ഒരു 15 മിനിറ്റ്സിൽ ചെറിയ തീയിലിട്ടിരുന്നു. അപ്പോൾ നന്നായി വേകുന്ന പെട്ടെന്ന് വേകുന്ന പച്ചരിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ചെറുപരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടല്ലേ ചേർത്ത്, അതുകൊണ്ട് രണ്ടും കൂടി ചേർന്ന് പെട്ടെന്നായി. നോക്കി പാകത്തിന് വെന്ത് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്ലസ് വെള്ളമൊക്കെ നമ്മൾ വെള്ളവും പാലും കൂടി ചേർത്തല്ലോ, കണ്ടോ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഈ ഒരു പാകം. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ശർക്കര, ഒരിക്കൽ ശർക്കര അരിച്ചതാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് തവി കൊണ്ട് അങ്ങനെയും ചെയ്യാം. തവി ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഒരു ഉണ്ട തവി എടുത്ത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് അടച്ചെടുക്കാം. അപ്പോൾ ഈ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് ഇച്ചിരി ഒന്ന് കുറുകട്ടെ. ഇപ്പം തന്നെ നല്ല കുറുകിയ പാകമാണ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് ആ ശർക്കരയുടെ കൂടെ കിടന്നിട്ടൊന്ന് കുറുകണം. നോക്കി തവ വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് കുറച്ചിങ്ങനെ കുഴഞ്ഞ് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ചെറുപരിപ്പ് ഇപ്പം ഞാൻ 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. 1/4 കപ്പും കുറച്ചുകൂടി ചേർത്താലും കുഴപ്പമില്ല, 1/2 കപ്പ് വരെ ആകാം. പക്ഷെ ശർക്കരയുടെ അളവൊന്നും കൂട്ടണമെന്നില്ല, അങ്ങനെ ആണെങ്കിലും നല്ലതാണ്. ഇത് നല്ല വെള്ള ശർക്കരയായിരുന്നു, സ്വർണ്ണ നിറം, അതുകൊണ്ടാണ് നമുക്കൊരു യെല്ലോ കളർ കിട്ടിയത്. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ശർക്കരയാണെങ്കിൽ ആ ഒരു കളറായിരിക്കും. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് മാറ്റാം. ഇനിയാണ് അപ്പോൾ ശർക്കര വെള്ളവും ആ എന്താ പറയുക വേവിച്ചെടുത്ത ചോറും പരിപ്പും പാലും എല്ലാം കൂടിയുള്ള മിശ്രിതമല്ലേ, അത് നന്നായിട്ട് റെഡിയായി കഴിയും. മതി. ഒരുപാട് നേരം ഇട്ട് നമ്മളിങ്ങനെ വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും അത് ശർക്കരയുടെ കൂടെ കിടന്നിട്ട് നല്ലതായിട്ട് ഷേപ്പായി. ഇനി നമുക്ക് ഉരുളിയൊന്നും വേണ്ട, നമുക്കൊരു നോൺ സ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് അതായത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 1/2 കപ്പോളം നെയ്യ്, ഒരു 1/2 കപ്പ് നെയ്യ് എടുക്കട്ടെ. അപ്പോൾ നല്ല ലാവിഷായിട്ട് നെയ്യ് എടുക്കുക. അപ്പോൾ നെയ്യെല്ലാം എത്രത്തോളം ചേർക്കുന്നത് അത്രത്തോളം സ്വാദാണല്ലോ. അപ്പോൾ എന്തായാലും ഇത് 1/2 കപ്പ് നെയ്യ്. അതിലാദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസ് അതുമൊക്കെ ധാരാളം ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും 50 ഗ്രാം കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിലും കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മൂത്ത് തുടങ്ങുമ്പോൾ നമ്മളിതിനെ അടുത്ത ഫ്ലേവറിങ് കാര്യം ചേർക്കുക. ഇതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അതായത് ഏലക്കയും ജീരകവും വറുത്ത് പൊടിച്ചില്ലേ, നല്ല ജീരകം, അത് മിക്സിയിൽ തന്നെ വെച്ചിരിക്കുന്നത് ആ ബൗളിൽ, അത് ഈ നെയ്യിലേക്ക് ചേർക്കും. അപ്പോൾ ഞാൻ ഇട്ടെ, ഇതാണ് ഏലക്ക പൊടിച്ചത്, വറുത്ത് പൊടിച്ചതാണ്, ചെറിയ നല്ല ജീരകം. ആഹാ, എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ആ മണം വന്നു. ഇനി ഇതിലേക്ക് കംപ്ലീറ്റ് അതിലേക്ക് ചേർത്തു. ഇനി നന്നായിട്ട് ഇപ്പം ഞാൻ തീ വളരെ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും ആകുന്ന പോലെ കാണുന്നുണ്ടല്ലോ. ഓഹോ, കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ, എന്താ ടേസ്റ്റ്. നമ്മുടെ ചക്കര പൊങ്കൽ ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ്, ഒരല്പം ഉപ്പ്. ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ ആ പാത്രം നമ്മുടെ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നു. അപ്പോൾ നെയ്യും ആ സ്പൈസസ്, നമ്മുടെ ജീരകം ആൻഡ് ഏലക്ക ഇതിൻ്റെ കൂടെയൊക്കെ യോജിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും, മണം നല്ല മണം, നെയ്യും എല്ലാം കൂടി രക്ഷയും. ഞാനിങ്ങനെ മണം കിട്ടാൻ വേണ്ടി കിടക്കുകയാണ്. മതി, കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ശർക്കര പൊങ്കൽ അഥവാ ചക്കര പൊങ്കൽ റെഡി. തീ ഓഫ് ചെയ്യട്ടെ. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകും. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ എടുക്കുക. പിന്നെ കോരി കുടിക്കാൻ പറ്റുന്നൊരു, അതായത് കോരി സ്പൂണിൽ സ്കൂപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റും. കുഴഞ്ഞ ഇങ്ങനെ മുഷിയായിട്ടിരിക്കുന്ന ഒരു പാകം. അപ്പോൾ ഇതാണ് ആ ശർക്കരയുടെ നിറം ആണ് ഈ ഒരു ലൈറ്റ് ഒരു യെല്ലോ ഗോൾഡൻ കളർ. ഈ ഒരു കളറിലെ ശർക്കര തന്നെയാണ് നല്ലത് നമ്മുടെ ഈ ഒരു
ശർക്കര പൊങ്കലിന്. അപ്പോൾ പൊങ്കലിനെ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് അരവണ പായസം പോലെയാണെന്ന് വെച്ചാൽ അല്ലല്ലോ. പക്ഷേ ചേരുവകളൊക്കെ ഇപ്പോൾ അരവണയാണെങ്കിലും അരിയും ശർക്കരയും നെയ്യും ഒക്കെ തന്നെയല്ലേ ചേർക്കുന്നത്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്. ഇതിൽ ഇച്ചിരി പാലും കൂടെ ചേർത്ത് വേവിക്കുന്നു. പാലിൽ കിടന്ന് വേകുന്നതിൻ്റെ ഒരു സ്വാദ്, ചെറുപരിപ്പുണ്ട്, പിന്നെ മധുരത്തിൻ്റെ പ്രൊപ്പോർഷൻ വ്യത്യാസമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. നല്ല ടേസ്റ്റാണ്. നമുക്ക് മടുക്കാതെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പായസമൊക്കെ കഴിക്കുന്ന പോലെയല്ലേ, ഇതങ്ങനെ ഒരു മടുപ്പില്ലാണ്ട് കഴിക്കാം. ഇനി ദ മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയം എടുക്കാം അല്ലേ. നല്ല ചൂടാണ് എങ്കിലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ മണവും കാഴ്ചയും ഒക്കെ കാണുമ്പോൾ. ഇറ്റ്സ് വെരി വെരി ഹോട്ട്. ചൂട് ചൂട് ചൂട്. ഇത്ര ചൂട് കുറേശ്ശെ കഴിക്കാം, കുറച്ചായിട്ട്. ആഹാ, ടേസ്റ്റി. വെൺപൊങ്കലും ഭയങ്കര ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെൺപൊങ്കൽ. അതുപോലെ തന്നെയാണ് ഈ ശർക്കര പൊങ്കലും. മധുരം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മടുക്കില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല ശർക്കരയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നല്ല ശർക്കര, നല്ല പച്ചരി, നല്ല ചെറുപരിപ്പ്, ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല നെയ്യ്, പിന്നെന്താ ആവശ്യം പോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും, പിന്നെ നമ്മുടെ ഈ ജീരകം ആൻഡ് ഏലക്ക കോമ്പിനേഷൻ വറുത്ത് പൊടിച്ചിടുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ് പോയിന്റ്. നല്ല ടേസ്റ്റ്. എത്ര കഴിച്ചാലും മതി വരില്ല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ തന്നെ എനിക്കിത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പോണേ. അപ്പം എനിക്കിപ്പോൾ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. എനിക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തരാൻ പറ്റില്ല. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് തരണം. അപ്പോൾ ഞാൻ പറയുന്ന അതേപോലത്തെ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തോന്നുന്ന ആ ഒരു ഫീല് അത് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ വേണ്ടത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് നിർബന്ധമായും കിട്ടണം. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് വായിക്കാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ആദ്യമായിട്ടാണ് LN വ്ളോഗ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. ഇതൊരു എന്താ പറയുക, ഒരു ഓസ്പീഷ്യസ് ഡേയുമായി കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. അപ്പം നവരാത്രിയോടനുബന്ധിച്ച് തീർച്ചയായിട്ടും, അതായത് നമ്മൾ പൂജ എടുക്കുന്ന ദിവസം തന്നെ ഈ ഒരു ശർക്കര പൊങ്കൽ വെച്ച് തന്നെ നിങ്ങളുടെ ആ പൂജകളെല്ലാം തുടങ്ങുക. പൂജ എടുക്കുന്ന സമയം ഓസ്പീഷ്യസ് ഡേ ആണ്. എല്ലാവരും വരുന്ന പ്രാർത്ഥിക്കാൻ വരുന്നവർക്കൊക്കെ ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കുക. ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു നവരാത്രി ആശംസിക്കുകയാണ്. പിന്നെന്താ പറയേണ്ടത്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.